കാതിർക്ക കുടിക്കില്ലേ? നമുക്ക് വേണ്ടപ്പ, നമുക്ക് കുടിച്ചവരെ കാണുന്നതാ രസം. നമ്മ കുടിച്ച അതിന്റെ രസം പോയി. എന്നാ കാതിരൊരു പാട്ട് പാടും, ഞങ്ങൾ കൂടി രസിക്കട്ടെ. നന്ന് പാട് കാതിർക്ക. ആര്? ഞമ്മളാ. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെണ്ണ്. അവൾ അനുവാദം ചോദിക്കാതെ കൽവിന്റെ പുറം പോക്കി കുടിലും വെച്ചതിലങ്ങ് കൂടി. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെണ്ണ്. ഒയിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അവകാശം പറഞ്ഞവൾ ഹാലാക്കിന്റെ ഇബിലീസായി മാറി. ഒയിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അവകാശം പറഞ്ഞവൾ ഹാലാക്കിന്റെ ഇബിലീസായി മാറി. ഞമ്മളടവുകൾ 18 പെരുമാറി കഴിഞ്ഞിട്ടും ഓരുംപെട്ട് മീ കൊണ്ട്. അടവുകൾ 18 പെരുമാറി കഴിഞ്ഞിട്ടും ഓരുംപെട്ട് മിഴി കൊണ്ട് കടുകും പടുത്തെടുത്ത വമ്പത്തി ആ മൊഞ്ചത്തി. അവൾ നമ്മളെ ഇട്ടൊരു വമ്പരമാക്കി എറിഞ്ഞു കറക്കിയെടുത്തു നടന്നൊരു സംഭവമുണ്ടല്ലോ, നെഞ്ചിലതിപ്പോഴുമുണ്ടല്ലോ. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെണ്ണ്. നീ മക്കളൊന്ന് പാടും പാട്. കഥ പറയാം കാക്ക, വേഷം മാറിയ ചെന്നായുടെ ചെറു കഥ പറയാം കാക്ക. ഒരു മലയരികിൽ ഒരു പുൽപ്പരപ്പിൽ കുറെ ആടുകൾ മേഞ്ഞിരുന്നു. അപ്പോൾ അതുവഴിയെ ഒരു പടുകിഴവൻ ചെന്നായ വലഞ്ഞെത്തി. കുരുനാടുകൾ തൻ രുചിയൊന്നറിയാൻ അവനന്നൊരു കൊതിയിളകി. ഉടനാ കിളവൻ ചെന്നായതിനായൊരു സൂത്രമെടുത്തല്ലോ. ആട്ടിടയൻ കൊന്നുരിച്ചെറിഞ്ഞിട്ടോരാട്ടിന്റെ തോലണിഞ്ഞ് കൂട്ടത്തിൽ ചേർന്നവനാടുകളോടൊപ്പം ആലയിൽ ചെന്നെത്തി. അങ്കിൾ ആന്റി, ഞങ്ങളുടെ ഈ കഥ കേട്ടു. തന്ത്രമെടുത്തവനെങ്കിലും പിന്നീടെന്തായി? സംഭവമെന്തായി? അത്താഴത്തിനൊരാടിനെ വെട്ടാൻ ഇടയൻ വന്നെത്തി. പതിവും പടിയൊരു തടിയനെ അന്നവൻ അതിനായി കണ്ടെത്തി. അതെ, ആ ചെന്നായായിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായങ്ങനെ ഇടയന്റെ ഇരയായി. വേഷം കെട്ടൽ ദോഷം ചെയ്യുമെന്നങ്ങനെ വെളിവായി. ആന്റി, ഞങ്ങളോടൊപ്പം പാടൂ, വേഷം കെട്ടിയ ചെന്നായുടെ കഥ ഞങ്ങളോടൊപ്പം പാടൂ. ഒരു മലയരികിൽ ഒരു പുൽപ്പരപ്പിൽ കുറെ ആടുകൾ മേഞ്ഞിരുന്നു. അപ്പോഴത് വഴിയെ ഒരു പടുകിഴവൻ ചെന്നായ വലഞ്ഞെത്തി. ഗുഡ് നൈറ്റ്. നമ്മൾ പിന്നെ വരാം.
വാ. ആന്റി, ആ വാ. എന്താ ഇത്? എന്താ ഇത്? ആന്റി, അയ്യോ ആന്റി. ആ എന്താ? ആന്റി സാരമില്ല, നീ പേടിക്കണ്ട, കരയാതെ. ആന്റി, എന്താ ആന്റി? പോടാ അവിടുന്ന്. എടാ പോവാൻ. ആന്റി, പോടാ അവിടുന്ന്. കരയുന്നു കഴുതക്കുട്ടി. പേടിച്ചു പോയോ മോള്? എന്താ ആന്റി പറ്റിയേ? പിന്നെ വന്നല്ലവൻ. പോടാ. ദേ, ഈ മാല കണ്ടില്ലേ? ആന്റി തന്നതാ. എപ്പോ? ഇന്ന്. ഇന്നെന്താ വിശേഷം? അതേ, ഞാനിപ്പോ വലിയ പെണ്ണായില്ലേ? ഇല്ലല്ലോ, രാവിലെ കണ്ടത്ര തന്നെ ഉള്ളൂ. ഓ ഈ വിനു. ആന്റിക്ക് പണ്ട് ആന്റിയുടെ അമ്മ കൊടുത്താണത്രേ. വൈരാണ്, നല്ല വില ഉണ്ടാവില്ലേ വിനു? ഉണ്ടാവുമായിരിക്കും. അനി, ഇനി മോൾ ആന്റിയുടെ കൂടെ കിടന്നാ മതി. പിന്നെ ഇനി അവളും കൂടെ ഇവിടെ കിടന്നോട്ടെ. അല്ലെങ്കിലേ മോള് വലുതായതാ, എപ്പോഴാ കുരുത്തക്കേട് തോന്നുന്ന അറിയില്ല. അല്ല, എന്താ നീ കിതാബൊക്കെ തുറന്നു വെച്ചോണ്ട് അതിനെ കുത്തിയിരിക്കണ്?
കുട്ടികൾക്ക് കുറച്ചുകൂടി ഉടുപ്പുകൾ വാങ്ങണം. അതിനുള്ള ചില ഡിസൈനുകൾ നോക്കുകയാണ്. അല്ലാ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ നമ്മളെ ഇടങ്ങാറാക്കരുത്. അതെന്താ? ആ, അന്ന് കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ നിങ്ങൾ കുറിപ്പ് എഴുതി തന്നല്ലോ. എന്റെ പടച്ചതമ്പുരാനെ, എന്തെല്ലാം അതി പേരാണ്, അളവാണ് നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങിക്കാൻ ചെന്ന നമ്മളും വിൽക്കാൻ നിൽക്കണ കടക്കാരനും വായിച്ച് ഒരുപോലെയാണ് സ്വീപ്പാൻ. അല്ല, പറ്റാത്ത വാങ്ങിക്കൊണ്ടുവന്ന നിങ്ങൾ തൊള്ള തോണി പറഞ്ഞ് നമ്മൾ കേൾക്കണല്ലോ. അല്ല, അല്ലെങ്കിൽ കാറ്റീന്റെ നടുവ് കിടക്കുന്ന നിങ്ങൾക്ക് എന്തിനാ കോളേജ് കുട്ടികളെ ജയിലിക്കുള്ള കുപ്പായങ്ങളും? കാടായാലും നാടായാലും ഡ്രസ്സുകൾ നന്നായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. എന്തെന്ന്? ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഇക്കുമത്ത് പിടിച്ച പേരെഴുതി തരാഞ്ഞാ മതിയിട്ടാ. കഴിഞ്ഞ തവണ ബിറ്റേന്റി മാങ്ങിന്റെ കണക്കൊന്നും നമ്മളൊന്ന് പറഞ്ഞിട്ടില്ല. കണക്ക് കാതർ വെച്ചാ അതൊന്നും പറ്റൂല. അന്ന് വാഴക്കൊല വിറ്റ വകയില് കുട്ടികൾക്ക് തുണിയും കുപ്പായോ, പിന്നെ ഇങ്ങളെ മറ്റവനും കഴിച്ച് ബാക്കി ഇങ്ങക്കാണ് തരാനാ. ഇതാ പിടിച്ചോളി. എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം കാതർ, അത് കഴിച്ചു മതി. ആയിക്കോട്ടെ. എന്താ നോക്കുന്നേ? മീശ. അഞ്ചെട്ടെണ്ണുണ്ട്. ആന്റി പറയാണ് ഇനി പഴയ പോലെ കുട്ടിക്കളി ഒന്നും പാടില്ല, അടങ്ങിയും ഒതുങ്ങിയും കഴിയണമെന്ന്. അപ്പോ അനി ഇത്രയും നാൾ ചാടി നടക്കായിരുന്നു? വിനു വലുതാവുമ്പോ മേത്രങ്ങളിലെ പോലെ വലിയ മീശ വെക്കോ? എനിക്ക് അങ്ങനത്തെ മീശ ഇഷ്ടം. അയ്യേ വിനു. എടാ, നീ അപ്പുറത്തോട്ട് പോടാ ഇറക്കാം. മുതിർന്ന പെണ്ണ ഇവിടെ കുളിക്കുന്നേ.